വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടിൽ വിശദീകരണവുമായി LDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. 0 വീട്ടു നമ്പറിൽ വോട്ടുള്ളത് ക്രമക്കേടല്ല. വീടില്ലാത്തവർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഒരേ കെട്ടിട നമ്പറിൽ 327 വോട്ട് ചേർത്തതും സാങ്കേതിക പ്രശ്നമാണ് എന്ന് ഇടതുമുന്നണി വിശദീകരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ അയച്ചത്. ഷഹീദ്, നേരത്തെ BJPക്കെതിരെ തൃശ്ശൂരിൽ വലിയ ആരോപണമായിരുന്നു. അതിന് പിന്നാലെ കോഴിക്കോട്ട് CPM-നെതിരെയാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. നേരത്തെ വിശദീകരിച്ചതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്? രതീഷ്, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെയും UDF-ന്റെയും ലീഗിന്റെയും ഒക്കെ ആരോപണം. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ LDF നേതൃത്വം ഡെപ്യൂട്ടി മേയർ V മുസാഫിന്റെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനം വിളിച്ച് വിശദീകരിച്ചത്. അതായത് ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടുകൾ ചേർത്തു. ഒപ്പം തന്നെ 0 നമ്പർ, അതായത് വീട്ട് നമ്പർ കാണിക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി വോട്ടുകൾ ചേർത്തു എന്ന് തുടങ്ങിയുള്ളതായിരുന്നു ആരോപണം. അതിന് അദ്ദേഹം പറയുന്ന മറുപടി LDF വിശദീകരിക്കുന്നത്, അതായത് ഒരു വോട്ടർമാർക്ക് പോലും, അർഹതപ്പെട്ട ഒരു വോട്ടർമാർക്ക് പോലും വോട്ട് നിഷേധിക്കാനുള്ള അവസരം അല്ലെങ്കിൽ നിഷേധിക്കപ്പെടരുത് എന്നു കണ്ടാണ് ഈ തരത്തിൽ പലയിടങ്ങളിലും ഒരേ കെട്ടിട നമ്പറുകളിലൊക്കെ അത്തരം വോട്ടുകൾ ചേർക്കുന്ന സാഹചര്യമുണ്ട്. അതായത് സ്വന്തമായി വീട് ഇല്ലാത്ത ആളുകളുണ്ടാവും, വീട്ടു നമ്പർ ലഭിക്കാത്ത ആളുകൾ പലയിടങ്ങളിലും കോർപ്പറേഷൻ പരിധികളുണ്ട്. പ്രത്യേകിച്ചും തീരമേഖലകളിലൊക്കെ വീട്ടു നമ്പർ ലഭിക്കാതെ കഴിയുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ വോട്ട് ഉറപ്പുവരുത്തുക, വോട്ടവകാശം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം ഒരേ കെട്ടിട നമ്പറുകളിലൊക്കെ ഇങ്ങനെ വോട്ട് ചേർത്തത് എന്നവർ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ അത് CPM വോട്ടർമാർ മാത്രമല്ല, ബഹുഭൂരിപക്ഷവും UDF-ന്റെയും മറ്റ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും ഒക്കെ വോട്ടർമാർ അതിലൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ വ്യാപകമായ ക്രമക്കേട് നടത്തുന്നു. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, ഇപ്പോൾ ആരോപണം ഉയർന്നതുപോലെയുള്ള വലിയ ക്രമക്കേട് ഇവിടെയും നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിശദീകരണമാണ് LDF ജില്ലാ നേതൃത്വം നൽകുന്നത്.